നാളെ പേത്രത്തെയല്ലേ, അപ്പോൾ നമ്മൾ അച്ചായമാർക്ക് കുറച്ച് ബീഫ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ നല്ല കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. കറി വെച്ച് കഴിഞ്ഞിട്ട് നല്ല അലുവ കഷ്ണം പോലത്തെ സാധനം കണ്ടോ, അടിപൊളി ബീഫാണ്. നമ്മുടെ കണ്ടോ നല്ല അലുവ പോലെ ഇരിക്കുന്ന കഷ്ണങ്ങൾ. ഇതിന്റെ സസ്പെൻസ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നന്നായി കഴുകിയെടുത്ത ബീഫ് വെള്ളം പോകാൻ വെച്ചിട്ട് സ്പെഷ്യൽ മസാല സെറ്റാക്കിയാലോ? ഞാൻ എപ്പോഴും ബീഫ് കറി വെക്കുന്നത് ഇങ്ങനെയാണേ. മമ്മിയുടെ റെസിപ്പിയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു രീതി മാറ്റാൻ തോന്നാറില്ല. നല്ല നാടൻ ടേസ്റ്റ് ആയിരിക്കും. ഈ പൊടികളൊക്കെ ആവശ്യത്തിനെടുത്ത്, ആവശ്യത്തിനെന്ന് പറയുന്നതേ ഓരോരുത്തരുടെ എരിവൊക്കെ വ്യത്യസ്തമല്ലേ. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ചൂടാക്കിയെടുത്ത് മാറ്റി വെക്കണേ. എന്നിട്ട് ബീഫിലേക്ക് ഇതിൻ്റെ ഒരു പകുതി മസാലയും ഉപ്പും പിന്നെ ഒരു സവോള, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നേരെ കുക്കറിലേക്ക്, എന്നിട്ട് ഒരു 4 വിസിൽ. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഈ ഒരു മിക്സിങ് കണ്ടോ, ഇതിലാണ് കറികളുടെ ടേസ്റ്റ് എന്ന് പറയും പഴമക്കാർ. ആണോ? എനിക്കറിയില്ലേ. ഇത് നമുക്കൊരു 4 വിസിൽ അടിച്ച് കിട്ടണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല സെറ്റാക്കിയെടുക്കാം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിട്ട് വഴറ്റിയെടുക്കാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഗോൾഡൻ കളർ ആവുന്നോടം വരെ വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് ബീഫ് സെറ്റാകുകയെ. 1, 2, 3 and 4. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ മസാലയിലേക്ക് ഒരു 2 തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യണേ. ഇവന്മാരെല്ലാവരും കൂടി അവിടെ കിടന്നങ്ങ് നന്നായി മിക്സ് ആവട്ടെ. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ബാക്കിയുണ്ടായിരുന്ന മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പൊടിക്ക് വെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് മൂടി വയ്ക്കുക. ഇതാ നമ്മുടെ കുക്കർ തുറക്കാനുള്ള സമയമായി. കണ്ടില്ലേ എന്താ സ്റ്റൈല്. കുക്കർ തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വെന്തോന്ന് നോക്കണം. അപ്പോൾ സംഭവം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നേരെ മസാലയിലേക്ക്. മസാലയിൽ കിടന്ന് എല്ലാവരും കൊച്ചു വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കട്ടെ. ഈ ബീഫ് കറി വെക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കി ടേസ്റ്റ് ചെയ്യുന്നതും വെന്തോന്ന് നോക്കുന്നതും ഒരു പ്രത്യേക രസമല്ലേ. ഇതിപ്പോൾ ഞാനും ഷോയും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വന്ന് വെന്തോന്ന് നോക്കും കേട്ടോ. അങ്ങനെ പല പ്രാവശ്യം മാറി മാറി നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി നേരെ നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇന്നിപ്പം ഒരു മേമ്പൊടിക്കായി ഞാൻ കുറച്ച് തേങ്ങാക്കുത്തും കൂടി ആഡ് ചെയ്യുന്നുണ്ടേ. ബാക്കിയെല്ലാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ കറിയിലേക്ക്.